ഹേയ്, 5 ദിവസം അതും കാട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും? അതെ, കേരളത്തിൽ നിന്നുള്ള ശരണ്യ എന്നുള്ള പെൺകുട്ടി ട്രക്കിങ്ങിന് വേണ്ടി പോകുന്നു, കാട്ടിൽ അകപ്പെടുന്നു, അവിടെ കുടുങ്ങി പോകുന്നു. ഫുഡില്ല, മൊബൈൽ ഫോണിൽ നെറ്റ്വർക്ക് ഇല്ല. പക്ഷേ അവൾ ആ ഒരു സിറ്റുവേഷന് വളരെ കൂളായിട്ട് കാമായിട്ട് കൈകാര്യം ചെയ്തു. ഇത്രയും കാലമായിട്ടും ഞാൻ ഇതുവരെ ഒരു സോളോ ട്രക്കിങ് നടത്തിയിട്ടില്ല. പക്ഷേ ഈ കുട്ടി മസ്റ്റ് അപ്രീഷിയേറ്റഡ്. പിന്നെ അവരുടെ ബാക്കിയുള്ള ഫ്രണ്ട്സ് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും റെസ്പെക്റ്റ് കൂടിപ്പോയി. ബിക്കോസ് ആ ടീമിലുള്ള ബാക്കിയുള്ള ഏതെങ്കിലും മെമ്പറാണ് കാട്ടിൽ അകപ്പെടുന്നുണ്ടെങ്കിൽ അവരെ രക്ഷിക്കാൻ ഈ ശരണ്യായിരിക്കും കാട്ടിലേക്ക് പോവുക എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ടീം സ്പിരിറ്റ് എനിക്ക് മനസ്സിലായി. റിയലി റെസ്പെക്റ്റ്. ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് ബ്രേവ് വുമൻസിനെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് എക്സ്ട്രാ ഓർഡിനറി. സോ നമ്മൾ ട്രാവലേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തെങ്കിലും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാമായിട്ട് കൈകാര്യം ചെയ്യുക, അത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ കർണാടക ഫയർ ഫോഴ്സ് ആൻഡ് പോലീസ്, ഫോറസ്റ്റ് ആൻഡ് ആൻറ്റി നക്സൽ ടീം, ഹ്യൂജ് റെസ്പെക്റ്റ്. ബിക്കോസ് അവർ കാരണമാണ് നമ്മുടെ ശരണ്യയെ സേഫായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയത്. താങ്ക് യു.